കായിക ലോകത്തേക്കാണ്. ഫിഫ ലോകകപ്പിന്റെ 23ാം പതിപ്പിന് ഇന്ന് കിക്ക് ഓഫ്. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി അരങ്ങേറുന്ന ലോകകപ്പിൽ 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ആദ്യം മെക്സിക്കോയിലും പിന്നീട് കാനഡയിലും ഒടുവിൽ USA-യിലും വേദിയിലും ഉദ്ഘാടന പരിപാടികൾ നടക്കും. രാത്രി 10:30 ആണ് മെക്സിക്കോയിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. 12:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടും. വീണ്ടും ഒരു ഫുട്ബോൾ ലോകകപ്പിന് തുടക്കമാകുമ്പോൾ ലോകം ഇനി ഉറങ്ങാത്ത ദിനങ്ങളിലേക്ക് പോവുകയാണ്. അതായത് ഒരുപക്ഷെ നമ്മൾ ചരിത്രത്തിൽ ഇത്രമാത്രം ദൈർഘ്യമേറിയ ദിനങ്ങൾ ഉറങ്ങാതിരിക്കുമോ എന്ന് കാത്തിരുന്ന് കാണണം. കാരണം ഇത് ഏറ്റവും വിപുലമായിട്ടുള്ള ലോകകപ്പാണ്. ഇതുവരെ ലോകകപ്പ് ചരിത്രത്തിൽ ഇല്ലാത്ത മട്ടിൽ 48 ടീമുകൾ മത്സരിക്കുന്ന ഒരു ടൂർണമെന്റ്, 12 ഗ്രൂപ്പുകൾ, അത് 16 വേദികളിലായി, 3 രാജ്യങ്ങൾ, 104 മത്സരങ്ങൾ, ഏതാണ്ട് 1248 താരങ്ങൾ. അങ്ങനെ ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന, ജൂലൈ 19 ഫൈനൽ പോരാട്ടം. ആ ഫൈനൽ ദിനം വരെ നീണ്ടു നിൽക്കുന്ന ആവേശത്തിന് ഇന്ന് കിക്ക് ഓഫ് ആവുകയാണ്. ആ കിക്ക് ഓഫ് അത് മെക്സിക്കോയിലാണ്. മെക്സിക്കോ 3ാം തവണ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാകുന്നു. USA 2ാം തവണയാണ്. 94 USA ഏറ്റവും ഒടുവിലായി ലോകകപ്പിന് ആതിഥേയരായത്. കാനഡ ആദ്യമായിട്ടും ഒരു സഹ ആതിഥേയരായി ഈ ലോകകപ്പിന്റെ പട്ടികയിലേക്ക് കളം പിടിച്ചെത്തുകയാണ്. അങ്ങനെ മെക്സിക്കോയിലെ സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 12:30 ഇന്ത്യൻ സമയം രാത്രി 12:30 ആതിഥേയരായിട്ടുള്ള മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടുന്നതോടുകൂടിയാണ് ലോകകപ്പിന് കിക്ക് ഓഫ്. അതിനു മുമ്പ് മെക്സിക്കോയിൽ ഒരു വിപുലമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ സംഗീത പരിപാടികൾ ഉൾപ്പെടെ, നൃത്ത പരിപാടികൾ ഉൾപ്പെടെ എല്ലാം ആസ്വദിക്കാൻ കഴിയും. ഇനി മെക്സിക്കോയിൽ മാത്രമല്ല, ഉദ്ഘാടന ചടങ്ങ് അത് 3 ആതിഥേയ രാജ്യങ്ങളിലുമുണ്ട്. ആദ്യം മെക്സിക്കോയിൽ, രണ്ടാമത് കാനഡയിൽ, 3ാമത് അമേരിക്കയിൽ എന്നിങ്ങനെയാണ് ഉദ്ഘാടന പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ വർണ്ണാഭമായിട്ടുള്ള ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റിന്റെ തുടക്കമാക്കാനാണ് ഇപ്പോൾ ഫിഫയുടെ ശ്രമം. അത് 3 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതിനാൽ തന്നെ യാത്ര ചെയ്യുന്ന ഫുട്ബോൾ ആരാധകർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ പോലും, കാരണം 3 രാജ്യങ്ങൾ കടന്നു വേണം അവരുടെ പ്രിയപ്പെട്ട ടീമുകളുടെ മത്സരം കാണാൻ. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ മറികടക്കാനുള്ള തന്ത്രങ്ങളും എന്താണ് ഫിഫ കരുതി വെച്ചിരിക്കുന്നു. ട്രയോണ്ടയുടെ പ്രയാണമാണ് ഇനി. അതായത് ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്തിന്റെ പേരാണ് ഈ ട്രയോണ്ട. ഈ 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിന്റെ ഏറ്റവും ഒടുവിൽ ജൂലൈ 19 ആരാണ് കിരീടധാരണ നേടുക എന്നുള്ളത് മാത്രമാണ് കാത്തിരിപ്പ്. കഴിഞ്ഞ തവണ ലയണൽ മെസ്സി എന്ന ലോക ഫുട്ബോളിന്റെ ഇതിഹാസം ഫ്രാൻസിന്റെ അല്ലെങ്കിൽ എംബാപ്പയുടെ ഫ്രാൻസിനെ മറികടന്ന് അന്ന് വിശ്വകിരീടം നേടിയപ്പോൾ അതൊരു നിയോഗമെന്നോണം ലോകം അത് ആഘോഷിച്ചു, ഉൾക്കൊണ്ടു. ഇനി മറ്റൊരു കാത്തിരിപ്പ്, അത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ലോകം കണ്ട മറ്റൊരു ഇതിഹാസ താരത്തിന് ഈ ലോക കിരീടം സ്വന്തമാക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ്. പോർച്ചുഗലിനെ പോലുള്ള ടീമിനെ അങ്ങനെ ഒരു ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ഇത്തവണ ഇക്കുറി ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് സാധിക്കുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു. ഒരുപിടി യുവതാരങ്ങളുടെ വരവിനും ഇക്കുറി സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പേരുകളിൽ അത് വിനീഷ്യസ് ജൂനിയറും ലയണൽ മെസ്സിയും അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും എർലിംഗ് ഹാലൻഡും ഒക്കെയാണ് പറയുകയെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി ഒരുപാട് യുവ താരങ്ങൾ, യാമിൻ ലമാലിനെ പോലുള്ളവരുടെ ലോകകപ്പായി ഇത് മാറാനുള്ള സാധ്യതയാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണെങ്കിലും അമേരിക്കയിലെ 11 വേദിയിൽ, മെക്സിക്കോയിൽ 3, കാനഡയിൽ 2, അങ്ങനെ 16 വേദികളിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. മെക്സിക്കോയിലെ ബെനോർട്ട സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന മത്സരമെങ്കിൽ ഫൈനൽ നടക്കുന്നത് USA-യിലാണ്. USA-യിലെ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് ഫൈനൽ പോരാട്ടം നടക്കുന്നത്. അങ്ങനെ ജൂലൈ 19 വരെ നീളുന്ന ആ പോരാട്ടത്തിന്, ആ മാമാങ്കത്തിന്, കാർണിവലിന് ഇന്ന് തുടക്കമാവുകയാണ്. 52 വർഷത്തിന് ശേഷം ഹെയ്ത്തിയും കോങ്കോയും ലോകവേദിയിലേക്ക് മടങ്ങിയെത്തുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇനി മാത്രമല്ല, 40 വർഷത്തിന് ശേഷമാണ് ഇറാഖ് ലോകകപ്പിൽ കളിക്കുന്നത്. അങ്ങനെ മടങ്ങിവരവ് നടത്തുന്ന ഒരുപിടി ടീമുകളും ഇതിന്റെ ഭാഗമാണ്. ഓസ്ട്രിയ, സ്കോട്ട്ലൻഡ്, നോർവേ, ഇവർ 28 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ലോകകപ്പ് കളിക്കുന്നത്. അങ്ങനെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഫുട്ബോൾ നിമിഷങ്ങൾക്ക്, ഫുട്ബോൾ ഡ്രാവുകൾക്കാണ് ഇന്ന് കിക്ക് ഓഫ് ആവാൻ പോകുന്നത്. പല ആരാധകരുണ്ടാവല്ലോ, സ്പെയിന്, പോർച്ചുഗൽ, അർജന്റീന, ബ്രസീൽ. പക്ഷേ നമ്മളെപ്പോലുള്ള കുറച്ച് പേര് ഇംഗ്ലണ്ട് ആരാധകരാണ്. നമ്മൾ തന്നെ പറയണം, അല്ലെങ്കിൽ ആരും പറയൂല. 1966 ആദ്യമായും അവസാനമായി ഒരു കപ്പ് കിട്ടിയത്. അത് കിട്ടിയിട്ട് 60 വർഷമായി. പോർച്ചുഗലിന് കപ്പ് വേണം, റൊണാൾഡോയ്ക്ക് കപ്പ് വേണം എന്ന് പറയുമ്പോൾ നമ്മുടെ പാവം ഹാരി കെയ്നും കൂട്ടൊരു കപ്പ് വേണമെന്നൊക്കെ നമ്മൾ ചെറുതായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കിട്ടിയാൽ കൊള്ളാം. എന്തായാലും ഇന്നത്തെ ഒരു ആവേശം അതാണ്. പല രാജ്യങ്ങളിൽ അതാണല്ലോ നമ്മുടെ ഒരു ഫുട്ബോളിൻ്റെ ആവേശം. അങ്ങനെയാണ് നമ്മൾ പ്രീമിയർ ലീഗ് ആയാലും, ബുണ്ടസ് ലീഗ് ആയാലും, ചാമ്പ്യൻസ് ലീഗ് ആയാലും, ലാ ലീഗ് ആയാലും ഇതൊന്നും അങ്ങനെ ഫോളോ ചെയ്യാത്ത ആളായിരിക്കും. പക്ഷേ വേൾഡ് കപ്പ് വരുമ്പോഴേക്കും പല രീതിയിലേക്കും ആളുകൾ ഉണരുന്നൊരു സാഹചര്യം ഉണ്ടാകും.